ഹലോ, ഇന്നൊരു പാനൽ കട്ട് കുർത്തി എങ്ങനെ കട്ട് ചെയ്യാന്ന് കണ്ടാലോ? അപ്പോൾ ഈ ഒരു പേപ്പറിലാണ് ഞാൻ കട്ട് ചെയ്ത് കാണിക്കണേ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലോത്ത് വരുന്നത്. ഇതിൽ നമുക്ക് സെൻറ്റർ മടക്കിയിട്ട് ഇതാ 4ആയിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിടാം. എന്നിട്ട് നമുക്ക് ഷോൾഡറിൻ്റെ ലെങ്ത്ത് എത്രയാണോ വേണ്ടത്, അതായത് നമുക്ക് ഇപ്പോൾ ഷോൾഡർ ലെങ്ത്ത് 7 ഇഞ്ചാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി കാണാം. 7 ഇഞ്ചിൻ്റെ പകുതി 3.5 പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് 4 ഇഞ്ചോളം നമ്മളിവിടെ ഷോൾഡർ ലെങ്ത്ത് എടുക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് യോക്ക് പോർഷൻ ഓൾമോസ്റ്റ് എല്ലാവർക്കും 14 ഇഞ്ച്, അതായത് XXL സൈസ് വരുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും 14 ഇഞ്ചായിരിക്കും യോക്ക് പോർഷൻ ഇറക്കം വരിക. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 14 ഇഞ്ച് അടയാളപ്പെടുത്താം. ഈ 14 ഇഞ്ചിൻ്റെ കൂടെ ഒരു 3 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് താഴേക്ക് ഇവിടെ ഒരു പോയിന്റ് ഇടാം. നേരത്തെ ഷോൾഡർ മാർക്ക് ചെയ്തെടുത്തെന്ന് ഇവിടെ ഒരു 17 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ഇവിടെ നിന്ന് സ്ട്രൈറ്റ് ആയിട്ടൊരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് ഈ ഒരു ഷോൾഡർ ലെങ്ത്തിൽ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് കറക്റ്റ് നമ്മൾ ഒരു ലൈൻ വരയ്ക്കാം. അതായത് ഇപ്പോൾ ഇവിടെ 17 ഇഞ്ച് കിട്ടിയിട്ടുണ്ട് മൊത്തം. എന്നിട്ട് നമ്മൾ തുണിയുടെ ഏറ്റവും അടിഭാഗത്ത് വീതിയുള്ള പോർഷൻ്റെ പകുതി കാണാം. ഇവിടെ പകുതി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തി വെച്ചിരുന്ന ഈ 17-ന് കറക്റ്റ് ഇങ്ങോട്ടേക്ക് ഒരു സ്കെയിൽ എന്തെങ്കിലും പിടിച്ചിട്ട് കറക്റ്റ് ഇങ്ങോട്ടേക്ക് ഒരു ജോയിൻ ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും മെറ്റീരിയൽ ഉണ്ടാവുക. ഈ മുകളിലത്തെ പോർഷൻ ഇത്ര വീതിയും അടിയിലത്തെ പോർഷൻ ഇത്ര വീതി കുറഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. ഈ ഒരു സൈഡ് സ്ട്രെയിറ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു സ്ട്രെയിറ്റ് വരുന്ന പോർഷൻ നമ്മൾക്ക് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കണം. ഈ ഒരു ഷേപ്പ് നമ്മൾ വരച്ച് നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ഇതിൻ്റെ മുകളിലേക്ക് ഈ ഒരു പോർഷൻ ഈ സ്ട്രെയിറ്റ് വരുന്നത് ഇതാ നേരെ ഇങ്ങനെ തിരിച്ചിട്ട് ഇവിടേക്ക് കയറ്റി വയ്ക്കണം. 1/2 ഇഞ്ചോളം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കുക. അങ്ങനെ കയറ്റി വെച്ച് കൊടുക്കുമ്പോൾ മേ ബി എല്ലാവർക്കും അങ്ങനെ വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പാനൽ കട്ട് ആയതുകൊണ്ട് തന്നെ തുണി എങ്ങനെ പോയാലും ഒരു ഏറ്റക്കുറച്ചിൽ വരും. അതുകൊണ്ടാണ് നമ്മൾ ഇറക്കെടുക്കുമ്പോൾ ഒരു 3 ഇഞ്ചോളം കൂട്ടിയെടുക്കണം എന്ന് പറയണത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വൃത്തികേടായിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഷോൾഡർ ലെങ്ത്ത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മെഷർമെൻറ്റ്, കറക്റ്റ് മെഷർമെൻറ്റ് എങ്ങനെയാണോ വേണ്ടിയിരുന്നത് അതൊക്കെ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. എൻ്റെ ഷോൾഡർ ലെങ്ത്ത് എനിക്ക് വേണ്ടത് 7 ഇഞ്ചാണ്, അത് ആഡ് ചെയ്തിട്ടുണ്ട്. കൈക്കുഴി വേണ്ടത് 7.5 ഇഞ്ച്, അതിവിടെ ഇങ്ങനെ വരച്ച് കൊടുക്കുക. പിന്നെ ബ്രസ്റ്റ് റൗണ്ട് വേണ്ടത് 10.5 ഇഞ്ച്, അത് വരച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ യോക്ക് പോർഷൻ, പിന്നെ നമ്മുടെ ഷേപ്പ്, അതും കഴിഞ്ഞിട്ടാണ് നമുക്ക് അടിയിലത്തെ വിരിവ് വരണത്. അടിയിലേക്ക് നമുക്ക് എത്രയും ഫ്ലെയർ നമുക്ക് കിട്ടുന്നുണ്ടോ അത്രയും ഫ്ലെയർ നമ്മൾ എടുക്കുക. മൊത്തം കട്ടിങ് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മെറ്റീരിയലിൻ്റെ ജോയിൻസ് ഇതുപോലെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. എന്നിട്ട് ഈ ഒരു പോയിന്റ് വരെ ജോയിൻ ചെയ്യിക്കണം. അതുപോലെ തന്നെ ഇവിടെ ജോയിൻ ചെയ്യിക്കുക. ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ തുണി 4ആയിട്ട് മടക്കി ഇട്ടിട്ട് കട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മൊത്തം 6 പീസോളം ഇതുപോലത്തെ ജോയിൻ പീസ് ഉണ്ടാവും, ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും. ഈ ഒരു പീസ് ഇതിൻ്റെ മുകളിലേക്ക് 1/2 ഇഞ്ചോളം കയറ്റി വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്കിത് അടിയിൽ കുറച്ച് കയറി ഇറങ്ങിയിട്ടായിരിക്കും ഉണ്ടാവുക. അത് നമ്മൾ റൗണ്ട് ചെയ്ത് മെഷർമെൻറ്റ് കറക്റ്റായിട്ട് എടുത്ത് നമ്മുടെ ഇറക്കത്തിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് എടുത്ത് ഇവിടെ വൃത്തിക്ക് തയ്ച്ചാൽ അല്ലെങ്കിൽ കട്ട് ചെയ്തെടുത്താൽ അടിഭാഗം നന്നായിട്ട് നിൽക്കുള്ളൂ. ഇതെങ്ങനെ ജോയിൻ ചെയ്തിട്ട് ക്ലോത്തിൽ വരാമെന്ന് കാണിച്ചു തരാം. ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മെറ്റീരിയൽ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. ബാക്ക് പോർഷൻ ഇതുപോലെ ആയിരിക്കും കിട്ടുക. പാനൽ കട്ട് മോഡലിൽ നമ്മൾ ഡ്രസ്സ് ചെയ്യുമ്പോൾ 3 ഇഞ്ചോളം ഇറക്കം കൂട്ടിയെടുക്കണം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. നമ്മൾ എല്ലാ പീസും ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അടിയിലത്തെ പോർഷൻ ഇതുപോലെ കയറി ഇറങ്ങിയിട്ടായിരിക്കും കിട്ടുക. അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും 3 ഇഞ്ചോളം കൂട്ടി ഇറക്കം എടുക്കാൻ പറയണത്. കാരണം നമ്മൾ മുകളിൽ നിന്ന് വീണ്ടും ഇറക്കം പിടിച്ച് റൗണ്ട് ചെയ്ത് അടിഭാഗം കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കും.
അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ അടിഭാഗം കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ 50 ഇഞ്ചാണ് നമുക്ക് ഹൈറ്റ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ 50 ഇഞ്ച് നമുക്ക് കറക്റ്റായിട്ട് മെറ്റീരിയലിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 3 ഇഞ്ചോളം കൂട്ടിയെടുക്കാൻ പറയണത്. ഈ ഒരു പാറ്റേണിലാണ് ഞാൻ ഈ ഒരു ബ്ലൂ ഔട്ട്ഫിറ്റ് ചെയ്തത്. ഇത് മൽച്ചന്തേരിയാണ് ഫാബ്രിക് വരുന്നത്. ഞാൻ പരാഗിൽ നിന്നാണ് ഈ ഒരു മെറ്റീരിയൽ എടുത്തത്. ഇതൊരു 120 രൂപയാണ് പെർ മീറ്റർ റേറ്റ് ആയത്. ഇതിൻ്റെ ഫ്രണ്ടിലെ ഫ്ലെയർ എനിക്കൊരു 50 ഇഞ്ചോളം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് അത്യാവശ്യം നല്ല ഫ്ലെയർ ഉണ്ട്. ഞാൻ ഈ ഒരു മെറ്റീരിയൽ 3 മീറ്റർ എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഫ്രണ്ടിലേക്ക് മാത്രമേ പാനൽ കട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ബാക്കിലേക്ക് ഞാൻ എ ലൈൻ മോഡലാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും എനിക്ക് ബാക്കിലോട്ട് ഇറക്കം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാനതൊരു ജോയിൻറ്റ് പീസ് വെച്ചിട്ടാണ് ഇറക്കം കറക്റ്റ് ചെയ്തെടുത്തത്. ഷോൾഡറിൻ്റെ അവിടെയാണ് ഞാൻ ജോയിൻറ്റ് പീസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു അനാർക്കലിയിൽ കുറച്ച് ഹാൻഡ് എംബ്രോയിഡറിയും കൂടെ ചെയ്യാനുണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ ഈ ഒരു അനാർക്കലി സെറ്റ് കംപ്ലീറ്റ് ആവുള്ളൂ.